ചേട്ടാ, ഈ മന്ത്രിസഭയും മുഖ്യമന്ത്രിയും മാറിയതൊന്നും കാട്ടാനെ അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മുടെ വനമന്ത്രിയായിട്ടുള്ള ഷിബു ബേബി ജോൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇപ്പോൾ സർക്കാർ വന്ന് 10 ദിവസമായെങ്കിലും ഇത്തരത്തിലുള്ള ഈ വിഷയം, വന്യജീവി വിഷയം, പിണറായി വിജയൻ പറഞ്ഞതിലും കാര്യമില്ലേ? പിന്നെ സർക്കാർ വന്നിട്ട് 15 ദിവസമായി. ഈ 15 ദിവസം കൊണ്ട് ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെയും മാനിനെയും മുയലിനെയും പുലിയെയും കടുവയെയും ഒക്കെ തിരിച്ചു കയറ്റി വിടാനുള്ള ഉത്തരവാദിത്വം ഷിബു ബേബി ജോണിനില്ലേ? അതുകൊണ്ടല്ലേ മലയോര മേഖലയിലെ ജനമൊക്കെ ഷിബു ബേബി ജോണിന് വാരിക്കോരി വോട്ട് കൊടുത്ത് UDF അധികാരത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾ, അതിനു മുമ്പുള്ള 5 വർഷക്കാലങ്ങൾ, കഴിഞ്ഞ 5 വർഷക്കാലം പൂച്ചക്കുട്ടി എന്ന വിളിപ്പേരുള്ള ഒരു മന്ത്രിയെ തന്നെ വനംവകുപ്പ് മന്ത്രിയാക്കി വെച്ചിരുന്നു. അറിയാലോ, ഒരു മൃഗത്തിൻ്റെ പേര് തന്നെ വനംവകുപ്പ്. ഇപ്പോൾ കാട്ടുപൂച്ച എന്ന് വിളിക്കുന്നത് പൂച്ചക്കുട്ടി. പുള്ളിക്ക് പൂച്ചക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പൂച്ചക്കുട്ടി എന്ന് വിളിക്കുന്നത് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും കേട്ടതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ രഹസ്യമായിട്ട് പറയുന്നത് ഈ പുള്ളിക്ക് പ്രായാധിക്യമുണ്ട്, നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പോലും ഓർമ്മയില്ല, പിന്നല്ലേ ഈ പറയപ്പെടുന്ന അതിര് പങ്കിടുന്ന ജനങ്ങളുടെ കാര്യം ചിന്തിക്കാൻ എന്നുള്ളത്. ഈ പിണറായി വിജയൻ സഖാവിനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു. നമ്മളിത് പലപ്പോഴും പൊളിറ്റിക്കലി അദ്ദേഹത്തിൻ്റെ രീതികളെയൊക്കെ വിമർശിക്കുമ്പോഴും കുറച്ച് കാര്യക്ഷമതയോടെ കാര്യങ്ങളെ സംസാരിക്കാൻ അറിയാവുന്ന, എന്നാൽ ജനങ്ങൾ മണ്ടരല്ല എന്നൊരു ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകും എന്നൊരു ചിന്ത. ഇവരുടെയൊക്കെ മനസ്സിലെന്താണ്? ഇവിടുത്തെ പൊതുജനം കഴുതയാണെന്നാണോ? പൊതുജനം മണ്ടരാണെന്നോ? അധികാരത്തിൽ 10 വർഷക്കാലം അധികാരത്തിലിരുന്നൊരു മുഖ്യമന്ത്രി ഈ 10 വർഷക്കാലവും കേരളത്തിലെ മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി വന്യജീവി പ്രശ്നങ്ങളും വന്യജീവി മനുഷ്യനും തമ്മിലുള്ള യുദ്ധവും ഇളിച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി 15 ദിവസം മാത്രം പ്രായമുള്ള ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. അതിന് കൃത്യമായ മറുപടിയാണ് ഇന്ന് ഷിബു ബേബി ജോൺ കൊടുത്തിരിക്കുന്നത്. ഷിബു ബേബി ജോൺ പറഞ്ഞ മറുപടി എന്താണ്? മന്ത്രിസഭ മാറിയതും മുഖ്യമന്ത്രി മാറിയതും വനംവകുപ്പ് മന്ത്രി മാറിയതൊന്നും ആനയൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കയറിപ്പോയതേ ആയിരുന്നു. അതോ ഇനി മന്ത്രിസഭ മാറിയത് അറിഞ്ഞിട്ടാണോ അവരും വീണ്ടും ഇറങ്ങി വന്നതും ഇവിടെ തന്നെ തളം കെട്ടി നിൽക്കുന്നതും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നോക്കൂ, ഈ മലയോര മേഖലയിൽ അല്ല, എൻ്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ ആരെയും മാറ്റില്ല. പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. ഉദ്യോഗസ്ഥർ അത് തന്നെയാണ്, സംവിധാനങ്ങൾ അത് തന്നെയാണ്. ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം ഷിബു ബേബി 2 വർഷക്കാലം എടുക്കും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ. ശരിയാണ് അല്ലേ? അതെ. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ എല്ലാ ദിവസവും മതിൽ ചാടി പുറത്തേക്ക് പോകുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല. UDF സർക്കാർ അധികാരത്തിലെത്തി, വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിൽ ഈ വിഷയം വരുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാം? ആ മതിലൊന്ന് പൊക്കി കെട്ടാം, സ്കൂളിന്റെ ചുറ്റുമതിലൊന്ന് പൊക്കി കെട്ടാം, വിദ്യാർത്ഥികളെ വിളിച്ച് ഉപദേശിക്കാം, രക്ഷകർത്താക്കളെ വിളിച്ച് കാര്യം വെപ്പിക്കാം, വേണമെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ വെക്കാം. കാരണം മറ്റൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇനി ഒരു പശു ഫാമിലെ പശുക്കൾ പുറത്തെ ആടി അന്യരുടെ വെള്ളം തിന്നുകയാണ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പശു ഫാമിന് ചുറ്റുമതിൽ കെട്ടാം, അതിൻ്റെ ഓണറോട് പറയാം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാം, ഇതിനെ കയറിട്ട് കെട്ടിയിടാം. കാട്ടാനെ കയറിട്ട് കെട്ടാൻ പറ്റുമോ? ഇല്ല. പുലിയെ കയറിട്ട് കെട്ടാൻ പറ്റുമോ? ഇല്ല. ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? ഇല്ല. വാരിക്കുഴി വെട്ടി വീഴ്ത്താൻ പറ്റുമോ? വാരിക്കുഴി വെട്ടി വീഴ്ത്താൻ പറ്റുമോ? കറണ്ട് കമ്പി ഇട്ടിട്ട് അത് കടന്നു വരും. ഞാൻ ചോദിക്കുന്നത്, വാരിക്കുഴി വെട്ടി വീഴ്ത്താൻ പറ്റുമോ? നിയമം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. ഇത് ചെയ്യാൻ പറ്റുന്നത് ശാശ്വതമായൊരു പരിഹാരമാണ്. ഇതിന് ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ 3 ദിവസത്തെയോ കാര്യം കൊണ്ട് നടക്കുന്ന ഒന്നല്ല. 10 കൊല്ലക്കാലം കൊണ്ട് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ, മീൻ വിൽക്കുന്നവനും അണ്ടിയാപ്പീസിൽ പോകുന്നവനും കർഷക തൊഴിലാളിയും കയറ് തൊഴിലാളിയും അടക്കമുള്ള ബിസിനസ്സുകാരടക്കമുള്ള ആളുകൾ കരം കൊടുക്കുന്ന പൈസ കൊണ്ട് AC ഉള്ള കാറയിൽ പളുപള മിന്നുന്ന ഡ്രസ്സ് ഇട്ട് അത് മേടിച്ച് മൃഷ്ടാനം വെട്ടി വിഴുങ്ങി ഇവരൊന്നും ശരീരത്തിൽ പിടിക്കൂല നടന്നൊരു സർക്കാർ, ഇവിടുത്തെ പൊതുജനത്തെ നോക്കി കൊഞ്ഞനം കുത്തി നടന്നൊരു സർക്കാർ, ആ സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സർക്കാർ വന്നിട്ടുണ്ട്. അവർ സമയമെടുക്കുക, അവർ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുകയാണ്. 6000 കിലോമീറ്റർ നീണ്ടു കിടക്കുകയാണ് കേരളത്തിലെ വനാതിർത്തി. അറിയോ? 6000 കിലോമീറ്റർ. ഈ വനാതിർത്തിയിൽ ഒരു വിധത്തിലുള്ള പ്രായോഗികമായ പദ്ധതികളും ഈ 10 വർഷം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തിയില്ല എന്നതാണ്. 10 വർഷക്കാലം ഭരിച്ചവന്മാർ നടത്തിയതേയില്ല. അതായത് രാഹുലെ, ഈ സൗരോർജ വേലികൾ, അല്ലെങ്കിൽ വൈദ്യുത വേലികൾ, ഇതാണല്ലോ ഇതിന്റെ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. അതിൽ ഷിബു ബേബി ജോൺ തന്നെ പറയാണ്, ഒരു ഏരിയയിൽ സൗരോർജ വേലി കെട്ടി, ഈ വേലി കെട്ടി ഒരറ്റത്ത് വന്നപ്പോൾ അതവിടെ നിർത്തി, മറ്റേത് അടുത്ത റേഞ്ചിൻ്റെയാണ്, അതുകൊണ്ട് നിർത്തിയില്ല. അപ്പോൾ ആന അതിലേക്കൂടെ ഇതിലേക്കൂടെ ഇതിലേക്കൂടെ കയറാം. ആനയ്ക്കറിയോ
ഇത് കോന്നി റേഞ്ചാണോ, റാന്നി റേഞ്ചാണോ, വയനാട് റേഞ്ചാണോ, കോഴിക്കോട് റേഞ്ചാണോ ആനക്കറിയൂ? ഇല്ല. ആനക്കറിയത്തില്ല. പുലിക്കറിയോ? അറിയത്തില്ല. അവന് വിശക്കുമ്പോൾ, അവന് ദാഹിക്കുമ്പോൾ അവ ഇറങ്ങി വരും, അവനോട് ബോറടിക്കുമ്പോൾ അവ ഇറങ്ങി വരും. ഇത് ശീലമായി പോയി. ഈ വനമേഖലയിൽ നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ ഇത് ഇറങ്ങി വരത്തില്ലായിരുന്നു. ഇത് ഇറങ്ങി വന്നപ്പോൾ ഇതിന് വെറൈറ്റി ഓഫ് സാധനങ്ങൾ, റംബുട്ടാൻ കിട്ടും, വാഴ തന്നെ പല വിധത്തിൽ, റോബസ്റ്റ, പൂവൻ, പാളയംകോടൻ, ഏത്തൻ, ഇങ്ങനെ എന്തൊക്കെ കിട്ടുന്നുണ്ട്, വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് രുചി പിടിച്ചു. അതുങ്ങൾക്ക് അറിയാമോ ഇത് മനുഷ്യൻ നട്ടു വളർത്തിയതാണോ എന്തോ? അവൻ കാട്ടിൽ അവന്റെ വന്യജീവിയുടെ സ്വഭാവം കാണിക്കും. അവനെ കുറുക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചവിട്ടി കൂട്ടി കൊല്ലുകയും ചെയ്യും. അല്ല, ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് വന്യജീവി ആക്രമണത്തിൽ മരിച്ച ആളെയും കൊണ്ട് പ്രതിഷേധവുമായിട്ട് റോഡിൽ ഡെഡ് ബോഡി വെച്ച് പ്രതിഷേധിക്കുന്ന കോൺഗ്രസിനെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും പുതിയൊരു സർക്കാർ വരുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയാണ് ആ സർക്കാരിന്. രാഹുലെ, ഇത് വലിയൊരു സർക്കാർ വന്ന് അവന് ഒരു 30 ദിവസം സമയം കൊടുക്കണേ. അവൻ ഇതിനെക്കുറിച്ച് പഠിക്കട്ടെ. അവൻ പഠിച്ചല്ലോ. അവര് പുതിയ സ്ക്വാഡുകൾ ഉണ്ടാക്കി, ഇല്ലേ? ആ കാട്ടാനേക്ക് തിരിച്ചു കയറ്റി വിടാനുള്ള സ്ക്വാഡുകൾ ഉണ്ടാക്കി. ഒരറ്റത്ത് നിന്ന് ഇവർ പണിഞ്ഞു വരികയാണ്. പദ്ധതി ഉണ്ടാക്കി. പൈസ വേണ്ടേ? 6000 കോടി രൂപ ഖജനാവി വെച്ചിട്ട് മക്കളിൽ കൊടുക്കണ്ടേ? വീണ്ടും കടം കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അവർക്കൊരു 30-40 ദിവസം കൊടുക്ക്. ഈ ദിവസങ്ങളിൽ ഈ കാട്ടാനയും പുലിയും കടുവയൊന്നും പുറത്തിറക്കി ആരെയും കൊല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഉള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് അതുങ്ങളെ തുരത്താനുള്ള പരിപാടികൾ ചെയ്യാം. ഇതിപ്പോൾ വേണ്ടുന്നത് ഇതൊരു ജനകീയ പ്രശ്നമാണ്, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. 10 കൊല്ലം അധികാരത്തിൽ ഉണ്ടായിരുന്നിട്ടും ഇതിന്മേൽ ഇടപെടാതിരുന്ന ഇവിടുത്തെ ഇന്നത്തെ പ്രതിപക്ഷത്തിനും ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ പഴയ 10 വർഷത്തെ മുഖ്യമന്ത്രിക്കും ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല, ഉപദ്രവിക്കാതിരിക്കുക. അല്ല, ഇത് ഉപദ്രവമല്ല, ഇത് തൻ്റെ ഇതിലേക്ക് ഗോൾ കൊണ്ടുവരിക എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇപ്പം തന്നെ അദ്ദേഹം പോസ്റ്റ് ഇട്ടു. നാളെ ഞങ്ങൾ എന്തെങ്കിലും പരിപാടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് ഈ പരിപാടി വന്നത്. പക്ഷെ ഞാൻ ഇന്നലെ ഫ്ലെക്സ് വെച്ചതിന്റെ പേരിൽ എല്ലാവരും തോറ്റല്ലോ. ഞാൻ ഇന്നലെ ഫ്ലെക്സ് വെച്ചതിന്റെ ഒരു 35 ഒതുങ്ങിയല്ലോ. CPI കാരനെയും തോപ്പിച്ച്, കേരള കോൺഗ്രസ് എമ്മുകാരനെയും തോപ്പിച്ച്, എല്ലാവരെയും തോപ്പിച്ചല്ലോ. അത് പൊതുജനം മണ്ടനല്ല. ഇത് ഇയാൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഈ പുള്ളിക്ക് പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞ് ഇപ്പോഴും 4 കാറിന്റെ അകമ്പടിയും ബാക്കിയുള്ള സംവിധാനങ്ങളും വലിയ പൈസയും പറ്റിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരാള്. അല്ല എന്താണ് പറയുന്നത്? ഒരു സർക്കാർ, അയാൾ ആ ഷിബു ബേബി എന്ന് പറയുന്ന മന്ത്രി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, CPM-ന്റെ കൃത്യമായിട്ട് അജണ്ട ഉണ്ടല്ലോ. അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഒരു നിമിഷം പോലും കോൺഗ്രസിനെ വെറുതെ ഇരുത്തത്, അവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക. കഷ്ടം. ഇവന്മാർക്ക് നിയമസഭയിൽ ഈ പറയപ്പെടുന്ന ചർച്ചയിൽ പോലും കൃത്യമായി സംസാരിക്കാൻ അറിയാത്ത ഇവന്മാർ എന്ത് കാണിക്കാനാണ് കോൺഗ്രസിനെ? അല്ല, ഞാൻ ചോദിക്കണം, 7 പേരെ കൊണ്ട് പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവന്മാർ എന്ത് കാണിക്കുന്നു? വിവരം വിദ്യാഭ്യാസമുള്ള ഒരുത്തം വേണ്ടേ? ഇപ്പുറത്ത് നിൽക്കുന്നതോ നല്ല ചുറുചുറുക്കുള്ള വിദ്യാഭ്യാസമുള്ള വിവരമുള്ള മന്ത്രിമാരും MLA-മാരും എഴുതാൻ മാന്യമായിട്ട് കൗണ്ടർ ചെയ്ത് സംസാരിക്കാൻ പറ്റും. പേടിയാണ്. നിക്കറമുള്ളി പോകുമാര്. എന്നിട്ട് ഇത് കാണുമ്പോൾ വാഴ്ത്തുപാട്ടുമായിട്ട് കുറെ അവന്മാരും വരും. എന്ത് കാണിച്ചാലും സതീശൻ ഇന്നലെ സലീംകുമാറിന്റെ വീട്ടിൽ പോയത് പ്രശ്നം, സതീശൻ ചിരിച്ച പ്രശ്നം, സതീശനാണോ അവന് പൂക്കി എന്ന് പേരിട്ടതാണോ? അല്ല, ജനങ്ങൾ പേരിട്ടതാണ്, മാധ്യമങ്ങളാണ് പേര്. അപ്പൊ ഇതെല്ലാം അവന്മാർക്ക് പ്രശ്നം. ഷിബു ബേബി ജോണിന്റെ കുറ്റം കൊണ്ടാണ് ആന ഇറങ്ങുന്നതെന്ന്. ഒരു കുറച്ചാൾ സമയം കൊടുക്കുക. അതിനിടയിൽ പെട്ടുപോകുന്ന സാധാരണക്കാരായ ജനങ്ങളെ നമ്മൾ കാണാതെ പോകുന്നില്ല. അവരെ ചേർത്ത് പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാലും കൈയും അനക്കാൻ വയ്യാത്തത് പൂച്ചമന്ത്രി അല്ല ഭരിക്കുന്നത്. വൃത്തിയായിട്ട് പണി അറിയാവുന്ന ആൾ തന്നെയാണ്. അങ്ങനെ പണ്ട് മന്ത്രിയായിരുന്ന സമയത്ത് ഈ നാട്ടിൽ നടത്തിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ കൃത്യമായി വിഷയങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്തും. പൊതുജനങ്ങൾക്ക് അത് വിശ്വസിക്കാവുന്ന കാര്യമാണ്.